ഹലോ ഗൈസ്, അപ്പം വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മളെങ്ങും പോയില്ലയോന്നോ? നമ്മൾ പോയെന്നേ. നമ്മൾ ഇന്ന് നേരെ പോകുന്നത് പൂനെ ഷാ ബഹദൂർ സിറ്റി സെൻറ്ററിലേക്കായിരുന്നു. അവിടെ പോകുന്നതിന് ഏക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒത്തിരി കളിക്കാനായിട്ട് ഗെയിം സോണ്, പിന്നെ സ്നോ വേൾഡ്, അങ്ങനെ പലതരം ഐറ്റംസും ഉണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മോളുകളിലും പോയി മടുത്തത് കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയായിരുന്നു. ഇതാകുമ്പോൾ ഒരു ചെറിയ ട്രിപ്പും ആവും, കുട്ടികൾക്കാണെങ്കിൽ നല്ല ഹാപ്പി ആവുകയും ചെയ്യും. അത് മാത്രമല്ല, നമുക്ക് വലിയവർക്കായിട്ട് കളിക്കാനുമുള്ള സംഭവങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ ആണെങ്കിൽ കുറേ റെസ്റ്റോറൻറ്റ്, പ്രത്യേകിച്ച് നമ്മുടെ വിരാട് കോഹ്ലിയുടെ റെസ്റ്റോറൻറ്റ്, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് ഞങ്ങൾ പോയതാണ് രാജ ബഹദൂർ സിറ്റീസിലേക്ക്. അങ്ങനെ ഞങ്ങൾ എൻട്രി കയറി. അവിടെ ചെന്നപ്പോൾ കുറേ ബാറും കാര്യങ്ങളും റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിരക്കേറിയ ഒരു ദിവസം കൂടി ആയിരുന്നല്ലോ. അതുകൊണ്ട് എല്ലായിടവും ടിക്കറ്റൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം എൻട്രി ചെയ്ത് ടിക്കറ്റിന് വേണ്ടി ചെന്നു. അപ്പോഴതാ ഈ നിൽക്കുന്ന ഒരു സംഭവത്തെ ഞാൻ നോക്കിയതേ. അതിൻ്റെ മുമ്പിൽ കിടക്കുന്ന പട്ടികളെ കണ്ടോ? ഇതിൻ്റെ കൂട്ടുകാരാണെന്ന് തോന്നുന്നു കേട്ടോ. അതേ ഫേസിൽ വെച്ചിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കുകയാണെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ കയറി എൻട്രി ചെയ്ത് അതിന് ശേഷം അവിടെ ഫീസൊക്കെ അടയ്ക്കണമായിരുന്നു. അപ്പം നമുക്കൊരു ടൈം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 മണിക്കൂർ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇവാനിയുടെ ഒരു വലിയ ആഗ്രഹം അവിടെ സാധിച്ചു കേട്ടോ. ട്രംപോളിൻ പാർക്കിൽ പോകണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അതും അവിടെ തന്നെ ഉണ്ടായതുകൊണ്ട് അത് ടിക്കറ്റ് എടുത്ത് നമുക്ക് അവളെ അങ്ങോട്ട് കയറ്റി വിട്ടു. കാരണം ആ ഒരു സമയം കൊണ്ട് അവൾ കളിച്ചിട്ട് ഇറങ്ങുകയും ചെയ്യും. ഭയങ്കര ഹാപ്പി ആയിരുന്ന ആൾ കേട്ടോ. കുറേ നാൾ കൊണ്ട്, അതായത് നമുക്ക് കുറച്ച് ദൂരെ പോകണമായിരുന്നു, ട്രംപോളിൻ പാർക്കിൽ കൊണ്ടുപോകണമായിരുന്നെങ്കിൽ അതുകൊണ്ട് ഇവിടെ ഉണ്ടായതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കളിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് അവൻ നല്ല ഉറക്കമായിരുന്നു. അവൻ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കിനും അവളെ കണ്ടതും പിന്നെ അവൻ അങ്ങോട്ട് പോകണം. ആകെ കുഴപ്പമായി. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെയുള്ള ഗെയിം സോണിലോട്ട് കയറി അവനെ കുറേ നേരമൊക്കെ കാണിച്ചു. പക്ഷേ പറ്റത്തില്ല, ആൾക്ക് ഒരു രക്ഷയില്ല. അവൾക്ക് പോയേ പറ്റൂ, അവളുടെ അടുത്ത് പോകണം. അവൻ്റെ നോട്ടം മൊത്തം അങ്ങോട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ട് അവനെ കുറച്ച് നേരം അതിനകത്ത് ഇരുത്തിയതിന് ശേഷം വീണ്ടും അവളുടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം എല്ലാവരും ഒരു കാര്യം ഓർക്കണം, നമ്മുടെ സന്തോഷം മാത്രമല്ല ഈ ദിവസങ്ങളിൽ ഇവരുടെ സന്തോഷം കൂടെ കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഹാപ്പി ആവുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ സന്തോഷം അവരുടെ സന്തോഷം ഒരുമിച്ച് തന്നെ നടക്കും. അപ്പം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ല ഒരു സ്പോട്ട് കൂടിയാണ്, ആരും മറന്നു പോകരുത്. ഈ വീഡിയോയുടെ അടുത്ത പാർട്ടുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.